നമസ്കാരം വീട്ടി മലയാളത്തിലേക്ക് സ്വാഗതം. സാധ്യമായ എല്ലാ നഷ്ടങ്ങളും മുൻകൂട്ടി കാണുക, എന്നാൽ ലാഭം ഒരിക്കലും മുൻകൂട്ടി കാണരുത്. ഇങ്ങനൊരു ആശയത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ 11ാം ക്ലാസ്സിൽ കൊമേഴ്സ് ആണ് പഠിച്ചതെങ്കിൽ ഒരു പക്ഷെ കേട്ടിട്ടുണ്ടാവും. പ്രിൻസിപ്പിൾ ഓഫ് പ്രൂഡൻസ് എന്ന പാഠത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. എന്ന് വെച്ചാൽ കൃത്യമായ തുക എത്രയാണെന്ന് വ്യക്തമല്ലെങ്കിൽ പോലും സമീപഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ചിലവുകളും ബാധ്യതകളും കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തുക എന്നതാണ് പ്രൂഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിവേഗ വളർച്ച കാണിക്കാനായി പല കമ്പനികളും വരുമാനം കൂട്ടിയും ബാധ്യതകൾ കുറച്ചും കണക്കുകളിൽ കൃത്രിമം കാണിക്കാറുണ്ട്. ഇത് തുടക്കത്തിൽ നിക്ഷേപകരെ ആകർഷിക്കുമെങ്കിലും ഭാവിയിൽ കമ്പനിയുടെ വിശ്വാസ്യതയെയും നിലനിൽപ്പിനെയും ദോഷകരമായി ബാധിക്കും. വെറും ലാഭം മാത്രം നോക്കാതെ യാഥാർത്ഥ്യ ബോധത്തോടെയും സുതാര്യമായും കണക്കുകൾ അവതരിപ്പിക്കുന്നതാണ് ഒരു ബിസിനസിന്റെ കരുത്ത്. ഇതിനെയാണ് അക്കൗണ്ടിംഗിലെ പ്രിൻസിപ്പിൾ ഓഫ് പ്രൂഡൻസ് എന്ന് വിളിക്കുന്നത്. വരാനിരിക്കുന്ന നഷ്ടങ്ങളെ മുൻകൂട്ടി കണ്ട് ജാഗ്രതയോടെ തീരുമാനങ്ങൾ എടുക്കാനും കമ്പനിയുടെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്താനും ഈ തത്വം സഹായിക്കുന്നു. ഓഡിറ്റ് റിപ്പോർട്ടുകളിലെ ഏറ്റവും തന്ത്രപരമായതും പലതും വെളിപ്പെടുത്തുന്നതുമായ ഒരു ഭാഗം കൂടിയാണിത്. കമ്പനികൾ രേഖപ്പെടുത്തേണ്ട ചിലവുകളോ ബാധ്യതകളോ രേഖപ്പെടുത്തുന്നതിൽ പരാജയപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ചിലപ്പോഴൊക്കെ ഈ വീഴ്ചകൾ അറിയാതെ പറ്റുന്ന തെറ്റുകളാവാം. എന്നാൽ പലപ്പോഴും കൃത്യമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി മനഃപൂർവ്വം വരുത്തുന്ന മാറ്റങ്ങളായിരിക്കും ഇവർ. അവർ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? ഈ അക്കൗണ്ടിംഗ് രീതികൾക്ക് പിന്നിലെ രീതികളും ഉദ്ദേശങ്ങളും നമുക്കൊന്ന് നോക്കാം. ഒരു ബാധ്യത കണക്കിൽ കാണിക്കാത്തപ്പോൾ മാനേജ്മെന്റ് ഫലത്തിൽ പറയുന്നത് ഞങ്ങൾക്ക് ഈ പണം ആർക്കും നൽകാനില്ല എന്നാണ്. ഒരു ചെലവ് റിപ്പോർട്ട് ചെയ്യാതിരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ തുക ചിലവാക്കിയിട്ടില്ല എന്നാണ്. ഈ അവകാശവാദങ്ങൾ സത്യമാണോ എന്ന് ഓഡിറ്റർമാർ പരിശോധിക്കുന്നു. മുന്നിലുള്ള കാര്യങ്ങളിൽ തെറ്റ് കണ്ടെത്തുന്നത് എളുപ്പമാണ്, എന്നാൽ മറച്ചുവെച്ച കാര്യങ്ങൾ കുഴിച്ചെടുക്കുന്നത് അല്പം ബുദ്ധിമുട്ടാണ്. രേഖപ്പെടുത്തേണ്ട ചെലവുകളോ ബാധ്യതകളോ മാനേജ്മെന്റ് ഒഴിവാക്കിയതായി കണ്ടെത്തിയാൽ ഓഡിറ്റർ തന്റെ മോഡിഫൈഡ് ഒപ്പീനിയൻ രേഖപ്പെടുത്തും. ഇന്ത്യയിലെ അക്കൗണ്ടിംഗ് നിയമങ്ങൾ, കമ്പനീസ് ആക്ട് എന്നിവയുമായി മാനേജ്മെന്റിന്റെ അവകാശവാദങ്ങൾ ഒത്തുപോകുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ഓഡിറ്ററുടെ ചുമതല. അതിനാൽ ചിലവുകളോ ബാധ്യതകളോ അംഗീകരിക്കാത്തതിനാൽ ഓഡിറ്റ് റിപ്പോർട്ട് മോഡിഫൈഡ് ആണെന്ന് ഓഡിറ്റർ പറയുമ്പോൾ മാനേജ്മെന്റിന്റെ വാദങ്ങൾ നിയമങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ല എന്ന സൂചനയാണ് നൽകുന്നത്. പ്രൂഡൻസ് കൺസെപ്റ്റിന്റെ ഉപയോഗവും പ്രാധാന്യവും എന്താണ്? യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്നതിലൂടെ ഇത് നിക്ഷേപകരുടെ വിശ്വാസം വളർത്തുന്നു എന്നതാണ് ഒരു കാര്യം. കിട്ടാക്കടങ്ങൾക്കായി റിസർവ്സ് എടുക്കുന്നത് വഴി ഭാവിയിലെ സാമ്പത്തിക ആഘാതങ്ങളെ കുറയ്ക്കാനും അപകട സാധ്യതകൾ കൈകാര്യം ചെയ്യാനും ബിസിനസിനെ പ്രാപ്തമാക്കുന്നുണ്ട്. കൂടാതെ അന്താരാഷ്ട്ര അക്കൗണ്ടിംഗ് മാനദണ്ഡങ്ങളായ IFRS, GAAP എന്നിവയുമായി പൊരുത്തപ്പെടാൻ ഇത് സഹായിക്കുന്നുണ്ട്. സാമ്പത്തിക വിവരങ്ങൾ പെരുപ്പിച്ചു കാട്ടുന്നത് തടയാനും ദീർഘകാല പ്ലാനിങ്ങിന് സഹായിക്കുന്നതുമാണ് ഇതിന്റെ പ്രധാന ഗുണങ്ങൾ. എന്നാൽ അമിതമായ മുൻകരുതൽ ചിലപ്പോൾ ലാഭമോ ആസ്തികളോ അനാവശ്യമായി കുറച്ചു കാണിക്കാൻ ഇടയായേക്കാം. കൂടാതെ നഷ്ടം കണക്കാക്കുന്നതിൽ അക്കൗണ്ടന്റുമാരുടെ വ്യക്തിപരമായ തീരുമാനങ്ങൾ സ്വാധീനിക്കുന്നത് റിപ്പോർട്ടുകളിൽ വ്യത്യാസങ്ങൾ വരുത്തിയേക്കാം. ഇതൊക്കെയാണ് ഇതിന്റെ പരിമിതികൾ. വ്യക്തവും വിശ്വസനീയവുമായ റിപ്പോർട്ടിങ്ങിലൂടെ കമ്പനികളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ ഈ തത്വം അത്യന്താപേക്ഷിതമാണ്. ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിക്കാനും ഇത് ബിസിനസ്സുകളെ സഹായിക്കുന്നുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇത്തരം പ്രവചനങ്ങൾ കൂടുതൽ കൃത്യമായി നടത്താൻ കമ്പനികൾക്ക് ഇന്ന് സാധിക്കും. എന്തുകൊണ്ടാണ് മാനേജ്മെന്റ് കാര്യങ്ങൾ മറച്ചുവെക്കുന്നത്? മാനേജ്മെന്റ് രേഖപ്പെടുത്താത്തതിന് പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, അമിത ശുഭാപ്തി വിശ്വാസവും വ്യക്തിഗത തീരുമാനങ്ങളും തന്നെയാണ്. പല അക്കൗണ്ടിംഗ് നിയമങ്ങളിലും തീരുമാനങ്ങൾ എടുക്കാൻ മാനേജ്മെന്റിന് സ്വാതന്ത്ര്യമുണ്ട്. കോടതി കേസുകൾ, തർക്കത്തിലുള്ള നികുതികൾ തുടങ്ങിയവ ഇതിനുദാഹരണമാണ്. ഒരു ബാധ്യത ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും അത് അളക്കാൻ കഴിയുമെന്നും തോന്നുമ്പോൾ മാത്രമേ കമ്പനികൾ അത് രേഖപ്പെടുത്തേണ്ടതുള്ളൂ. ഞങ്ങൾ കേസ് ജയിക്കുമെന്ന് ഉറപ്പാണ്, അതിനാൽ ഇത് ഇപ്പോൾ രേഖപ്പെടുത്തേണ്ടതില്ല എന്ന് മാനേജ്മെന്റ് വാദിച്ചേക്കാം. 2, മനഃപൂർവ്വമുള്ള ഒഴിവാക്കലാണ്. ചിലവുകൾ രേഖപ്പെടുത്തിയാൽ അത് ലാഭത്തെ കുറയ്ക്കും. ബാധ്യതകൾ രേഖപ്പെടുത്തിയാൽ അത് കമ്പനിയുടെ മൂലധനത്തെ ബാധിക്കും. അതിനാൽ പ്രശ്നം പിന്നീട് പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിൽ കമ്പനികൾ അത് രേഖപ്പെടുത്തുന്നത് മാറ്റിവെക്കും. കോടതി കേസുകളും തർക്കത്തിലുള്ള നികുതികളും ഈ വർഷത്തെ ചിലവുകളല്ലല്ലോ, പിന്നെ എന്തിനാണ് അത് ഇപ്പോൾ രേഖപ്പെടുത്തുന്നതെന്ന് നിങ്ങൾക്ക് തോന്നാം. ഇവിടെയാണ് പ്രിൻസിപ്പിൾ ഓഫ് പ്രൂഡൻസ് പ്രസക്തമാകുന്നത്. നഷ്ടങ്ങൾ മുൻകൂട്ടി കണ്ട് അതിനായി പ്രൊവിഷൻസ് ഉണ്ടാക്കുന്നതിലൂടെ ഭാവിയിൽ ആ ബാധ്യത പെട്ടെന്ന് വരുമ്പോൾ കമ്പനിക്ക് യാതൊരു വലിയ ഭാരവും ആവില്ല. കൂടാതെ അത് മറച്ചുവെക്കാതെ പരസ്യമായി കാണിക്കുകയും ചെയ്യുന്നു. പല രീതികളിൽ കമ്പനി ചിലവ് മറച്ചുവെക്കാറുണ്ട്. ചിലവുകൾ രേഖപ്പെടുത്താതിരിക്കുന്നത് എല്ലായ്പ്പോഴും വലിയ മാറ്റമായി തോന്നണമെന്നില്ല.
പലപ്പോഴും നോട്ട്സ് വിഭാഗത്തിൽ ചെറിയ തീരുമാനങ്ങളായിട്ടായിരിക്കും ഇവ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. ആദ്യത്തേത് ബാധ്യതകളെ അനിശ്ചിതകാല ബാധ്യതകളാക്കി മാറ്റുക എന്നതാണ്. ഇത് പ്രധാന ബാലൻസ് ഷീറ്റിൽ കാണിക്കാതെ നോട്ട്സുകളിൽ മാത്രം ഒതുക്കാം. അടുത്തത് ഓഫ് ബാലൻസ് ഷീറ്റ് ഇനങ്ങളാണ്. ഒരു സുഹൃത്തിന്റെ ലോണിന് ജാമ്യം നിൽക്കുന്നത് പോലെയാണിത്. ഇത് നിങ്ങളുടെ കടമായി ഉടനെ കാണിക്കില്ലെങ്കിലും സുഹൃത്ത് തിരിച്ചടച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ ബാധ്യതയാകാം. വായ്പകളുടെ പലിശ ഒഴിവാക്കുകയാണ് അടുത്ത രീതി. വായ്പകൾ തിരിച്ചടയ്ക്കാത്തവയായി മാറുമ്പോൾ ബാങ്കുകൾ പലിശ ഈടാക്കുന്നത് നിർത്തിയേക്കാം. ഇത് കണ്ടിട്ട് കമ്പനിയും പലിശ കണക്കാക്കുന്നത് നിർത്തുന്നു, കടം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും. ഇമ്പയർമെന്റ് ആണ് അടുത്തത്. ഒരു നിക്ഷേപത്തിന്റെയോ ആസ്തിയുടെയോ മൂല്യം കുറഞ്ഞാൽ ആ നഷ്ടം രേഖപ്പെടുത്തേണ്ടതുണ്ട്. പല കമ്പനികളും പഴയ ഉയർന്ന വില തന്നെ കണക്കിൽ കാണിച്ച് ഇത് വൈകിപ്പിക്കുന്നു. ഇതുകൂടാതെ ദൈനംദിന ചെലവുകളെ, റവന്യൂ എക്സ്പെൻസിനെ ആസ്തികൾ വാങ്ങാനുള്ള ചെലവുകളായി കാണിച്ച് ലാഭം വർദ്ധിപ്പിക്കുന്നു. ഒരു ഉദാഹരണം മനസ്സിലാക്കാം. ടെലികോം ടവർ കമ്പനിയായ GTL ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യമെടുക്കാം. ടവറുകളെ കെട്ടിടങ്ങളായി കണക്കാക്കി വസ്തുനികുതി ഈടാക്കാമെന്ന് സുപ്രീം കോടതി വിധിച്ചിരുന്നു. എന്നാൽ മിക്ക ടവറുകൾക്കും ഡിമാൻഡ് നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്നും തുക എത്രയാണെന്ന് കൃത്യമായി അറിയില്ലെന്നും കാണിച്ച് കമ്പനി പണം മാറ്റിവെച്ചില്ല. ഓഡിറ്റർമാർ ഇത് ശ്രദ്ധിക്കുകയും ഈ തുക രേഖപ്പെടുത്താത്തത് മൂലം ലാഭനഷ്ട കണക്കുകളിൽ ഉണ്ടാകുന്ന മാറ്റം കൃത്യമായി പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ക്വാളിഫൈഡ് ഒപ്പീനിയൻ നൽകുകയും ചെയ്തു. ഓഡിറ്റ് റിപ്പോർട്ടിലെ ഇത്തരം നിരീക്ഷണങ്ങൾ വെറും സാങ്കേതികമായ കാര്യങ്ങളല്ല. അവ കമ്പനിയുടെ യഥാർത്ഥ ലാഭവും സാമ്പത്തിക അവസ്ഥയും മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. മാനേജ്മെന്റ് ഒരു ചിലവ് രേഖപ്പെടുത്തുന്നില്ല എന്ന് ഓഡിറ്റർ പറയുമ്പോൾ അതിനർത്ഥം കമ്പനി പറയുന്നതിനേക്കാൾ കുറവായിരിക്കാം യഥാർത്ഥ ലാഭം എന്നാണ്. അതുകൊണ്ട് ഒരു മികച്ച നിക്ഷേപകനാകാൻ ലാഭത്തിന്റെ കണക്കുകൾക്കപ്പുറം ഓഡിറ്റർമാർ നൽകുന്ന ഇത്തരം റെഡ് ഫ്ലാഗുകൾ കൂടി ശ്രദ്ധിക്കുക.